എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഒരു ബാക്കിയല്ല. നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്, മെഡിസിൻ പഠിക്കുന്നുണ്ട്, പല രീതിയായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു. അതുപോലെ നമ്മളൊരു പ്രത്യേക സിറ്റുവേഷന്, അതായത് നമുക്ക് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളത് അത് വളരെ ഭംഗിയായി ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരാളെ മെന്റലി ഹെൽത്തിയാണ് അല്ലെങ്കിൽ മാനസിക ആരോഗ്യമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുക. പക്ഷെ അതത്ര എളുപ്പമല്ല. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് നമ്മളൊരു സയന്റിഫിക്കലായിട്ട് പഠിക്കാൻ വേണ്ടി ഒരാളെ നമ്മളൊരു സ്ഥാപനത്തിൽ കൊണ്ട് ചേർക്കുകയാണ്. പക്ഷെ മാനസികാരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം ഇതൊക്കെ നമ്മള് ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ ഉടലെടുക്കുന്നതാണ്. അത് മിക്കവാറും നമ്മൾ പറയുന്നത് നമ്മുടെ കുടുംബം, അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള പരിസ്ഥിതി എൻവയറമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണത്. അപ്പൊ അതെങ്ങനെ മെനഞ്ഞെടുക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് പല പല ഐഡിയാസ് ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്കത് പ്രാവർത്തികമാക്കി വരുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു സിറ്റുവേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിനൊരു കാരണം ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് അച്ഛനും അമ്മയും വളരെ നല്ലൊരു രീതിയിൽ അവരൊരു മാതൃകാപരമായി പെരുമാറുക, കുട്ടികൾ ഓട്ടോമാറ്റിക്കലായി അത് ഫോളോ ചെയ്യും, അത് നന്നാവും. ആ ഒരു കൺസെപ്റ്റ് ഇപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം സ്ക്രീൻ ടൈം, അതായത് കുട്ടികൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ പാരന്റ്സിനോട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ യൂട്യൂബ് വീഡിയോസ് റീൽസ് ഒക്കെ കണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ പ്രോ ആക്റ്റീവ് നമ്മള് ആക്റ്റീവായിട്ട് നമ്മളിത് ചെയ്യണം എന്ന് വിചാരിച്ചത് അതിൽ ഇടപെട്ട് അതിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, എത്ര സമയം ചെലവഴിക്കുന്നു, അതുപോലെ തന്നെ അവരെന്താണ് കൂടുതലായിട്ട് ആരുമായിട്ട് സംവദിക്കുന്നു എന്നതിനൊക്കെ പറ്റി ആക്റ്റീവായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു ഐഡന്റിറ്റി, അതായത് പാരന്റ്സിന്റെ ഐഡന്റിറ്റി കുട്ടികൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു പോയാൽ ആ പാരന്റ്സ് പകച്ചു നിന്ന് പോയിട്ടുണ്ടാവാം ആ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട്. ഒരിക്കലും എന്റെ മകൻ ഇത് ചെയ്യില്ല എന്നായിരിക്കാം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. ഓഫ്കോഴ്സ് എല്ലാ പാരന്റ്സും അങ്ങനെയാണ്. പണ്ടായാലും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടി വളരെ വലിയ തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇന്നത്തെ കാലത്ത് അതിന്റെ ഫ്രീക്വൻസി കൂടി എന്നുള്ളതാണ് നമ്മൾ ഒരു 10 കൊല്ലം മുൻപുള്ളതിനേക്കാളും ഇപ്പോഴത്തെ ഇതിന് വ്യത്യാസം. കാരണം അവന്റെ അല്ലെങ്കിൽ അവളുടെ വേൾഡ് പാരന്റ്സിന്റെ വേൾഡിൽ നിന്നും വളരെയധികം വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മളൊരു റോൾ മോഡൽ ആയിരിക്കുക, നമ്മൾ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്മൾ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു വരുന്നത് കൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികൾ അത് കണ്ടു വളരും. അല്ലെങ്കിൽ അതുപോലെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളത് ഈ ഒരു ജനറേഷന് നമുക്ക് ഓരോ ജനറേഷനും ഓരോ ചാലഞ്ച് ഉണ്ടാവുമല്ലോ. അത് ഇപ്പൊ നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷെ നമുക്കത് എന്തിനായാലും ടാക്കിൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാണ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മളിപ്പോ ഇങ്ങനെയുള്ള എന്താ പറയാ വേദികൾ ഒരുക്കി സംസാരിക്കുന്നത്. ഇപ്പോ കുറെ കാര്യങ്ങൾ നമുക്കറിയാം. കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം, അതുപോലെ അവരോട് കാര്യങ്ങൾ ഇരുന്ന് വ്യക്തമായ കാര്യങ്ങൾ വളരെയധികം എന്താ പറയാ സമചിത്തതയോടെ നമുക്ക് അവർക്ക് പറയാനുള്ളത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ശകാരിക്കുന്നത് നല്ലതല്ല എന്നുള്ളതൊക്കെ നമുക്ക് പണ്ട് മുതൽക്കേ നമ്മൾ പറയുന്ന കാര്യങ്ങളിലാണ്. പക്ഷെ ഇപ്പൊ മോഡേൺ ജനറേഷനിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്കൊരു ചർച്ച ആവശ്യം ഉള്ളത്. നമ്മൾ ഒരാളെ നല്ലൊരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല മാനസിക ആരോഗ്യമുള്ള ഒരാളെന്ന് പറയാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? എനിക്ക് നിങ്ങൾ ഓഡിയൻസിനുള്ളതിൽ നിന്നും അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു രീതിയിൽ അത് ആക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കുട്ടികളെ, അല്ലെ? ഇപ്പൊ ഓരോരാളുടെയും കൺസെപ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. എനിക്കറിയാം ഇപ്പോ പാരന്റിങ്ങിൽ ഒരു ഡോക്ടറായി എന്നുള്ളത് കൊണ്ട് ഞാനൊരു പാരന്റിങ്ങിൽ ഒരു മികച്ചതാവണമെന്നില്ല. അതുപോലെ നിങ്ങളിൽ പലരും പല പ്രൊഫഷനിലുള്ളവരായിരിക്കാം. പക്ഷെ പാരന്റിങ്ങിനെ പറ്റി വളരെ നല്ല ഐഡിയ ഉള്ളവരുണ്ടാവാം. ഒരു നല്ലൊരു വ്യക്തി എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അയാളിൽ ഉണ്ടാവുന്ന ക്വാളിറ്റീസ് ഓഫ്കോഴ്സ് ഞാൻ
കുറച്ച് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഓരോരാളുടെയും അഭിപ്രായങ്ങൾ എന്താണെന്നൊരു ചുരുങ്ങിയ വാക്കിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മൾ എങ്ങനത്തെ കുട്ടികളെ അല്ലെങ്കിൽ എങ്ങനത്തെയുള്ള ഒരു മാനസികാരോഗ്യം ഒന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ക്രൈറ്റീരിയയാണ് നമ്മൾ മാനദണ്ഡം ഇന്നത്തെ സമൂഹത്തിൽ? നമ്മൾ പണ്ടത്തേൽ നിന്നും കുറച്ച് വ്യത്യാസം വന്നു. പണ്ടാണെങ്കിൽ നമ്മൾ എന്താ പറയാ, പൂജാകർമാദികൾ കറക്റ്റായി നമ്മളെ സമൂഹത്തിലാണെങ്കിൽ അങ്ങനെ അത് കറക്റ്റായിട്ട് ചെയ്യുമോ, പിന്നെ ഇങ്ങനെ പെരുമാറും, അങ്ങനെ അതിൽ നിന്ന് കുറേയൊക്കെ വ്യത്യാസം വന്നു അല്ലേ? നമ്മളും സമൂഹത്തിന്റെ പാർട്ടായിട്ട്. ഞാൻ ഒരിക്കലും ഈ സ്ക്രീൻ, അതായത് നമ്മളെ ഗാഡ്ജറ്റ്സ്, അതായത് ഇന്റർനെറ്റിനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളും ചെയ്തു വരുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ അത്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് കുട്ടികൾ ഇന്ന രീതിയിലാകണം എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഓൾഡ് ഡെഫിനേഷൻ തന്നെ വെക്കണം എന്നില്ല പല കാര്യങ്ങളും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മീൻസ് എന്റെ ഐഡിയ തന്നെയാണോ നിങ്ങൾക്ക് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു രീതി മനസ്സിലാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇതില് പലപ്പോഴും കാണുന്ന ഒരു തലമുറകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അത് അച്ഛനമ്മമാർക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാര്യം ഞങ്ങളൊക്കെ പഴയ തലമുറക്കാരാണ്. അപ്പോ കുട്ടികള് നമ്മളോട് തുറന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയ തലമുറയെ കൂടുതൽ മനസ്സിലാക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അറിയുവാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോ അങ്ങനെ സംസാരിക്കുവാനായിട്ടുള്ള ഒരു മനസാന്നിധ്യവും ഒരു പക്വതയും കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് ഒരാവശ്യമാണെന്ന് തോന്നുന്നു. അതിൽ മാതാപിതാക്കൾക്കും പങ്കുണ്ട് എന്നുള്ളത് ശരിയാണ്. അവരെ നമ്മളുടെ പഴയ കാലഘട്ടത്തിലെ ഒരു ഫ്രെയിം വർക്കിലേക്ക് അവരെ മോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അത് നടക്കില്ല. അപ്പോ അവരുടെ ഫ്രെയിം വർക്കിലേക്ക് നമ്മൾ മാറുകയാണ് നടക്കുകയുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കണം. പിന്നെ സാമൂഹ്യ വിരുദ്ധരായിട്ട് മാറാൻ പാടില്ല. ഇത്രയൊക്കെ ഇപ്പൊ പ്രതീക്ഷകളുള്ളൂ. അതായത് നമ്മൾ ശരിക്കും കുട്ടികളെ വളരെ ഒച്ചത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ഒരാളുമായിട്ട് ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വരുന്നത്? രണ്ട് സത്യങ്ങൾ തമ്മിൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള സിറ്റുവേഷൻസാണ് നമ്മൾ ഒച്ച കൂട്ടി സംസാരിക്കുക, അല്ലെങ്കിൽ കയറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ അത് ഒരു നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല, വേറെ പല രീതിയിലും മനസ്സിലാക്കി കൊടുക്കുക, അതിനെ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഈ ആശയവിനിമയത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അതിന് ഏറ്റവും അധികം വേണ്ടത് നമ്മൾ ഇപ്പൊ പാരന്റ്സ്, നമ്മൾ എന്ത് തന്നെയായാലും എക്സ്പീരിയൻസ്ഡ് ഹാൻഡാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ ലെസ് എക്സ്പീരിയൻസ്ഡ് ഹാൻഡാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് അറിയാം നമ്മളെ കുട്ടികളെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നമ്മളെ കുട്ടികളുമായിട്ടാണ് സംവദിക്കുന്നത് യങ് ജനറേഷനാകുമ്പോൾ. അപ്പൊ നമുക്കറിയാം നമ്മൾ അവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അപ്പൊ നമ്മളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മൾ ഇതിനെ കാണാൻ പറ്റുകയും നമുക്ക് പറയാനുള്ളത് നമ്മളുടെ മനസ്സിൽ ആദ്യം നമ്മളൊരു ക്രോഡീകരിച്ച് കൊണ്ടുവരികയും നമ്മളിത് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതുമാണ്. അതൊരിക്കലും നമുക്കൊരു വളരെ ഒരു പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിൽ അത് ചെയ്യാൻ പറ്റില്ല. ഇതിന് പ്രാക്ടിക്കലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. മേ ബി വളരെ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ കുട്ടിയാകുമ്പോഴേ ഉള്ള ഒരു കാര്യങ്ങൾ. ഇത് 4 വയസ്സായ കുട്ടി, ഒരു 5 വയസ്സായ കുട്ടിയായിക്കോട്ടെ, മേ ബി അതിനേക്കാളും ചെറുതായ കുട്ടിക്ക് ചിലപ്പോൾ നമുക്ക് ആ ഒരു മാറ്റർ എടുക്കാനില്ല. 5 വയസ്സായ കുട്ടിയായാലും ആ കുട്ടി ഒരു പരിധിയിലധികം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ രാവിലെ ഫോർ എക്സാമ്പിൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വളരെയധികം ഒരു പ്രശ്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്മളിവിടെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്തേ പറ്റൂ. കാരണം ഈ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും ആ സമയത്ത് ഒന്ന് ഡീപ് ബ്രെത്ത് എടുത്ത് നമ്മൾ ചിന്തിക്കണം. കാരണം അത് 5 വയസ്സായ കുട്ടിയാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതേ ആ കുട്ടി പുറത്തേക്ക് വരുന്നുള്ളൂ. ഒന്നിക്കും നമ്മൾ കണ്ട് ഒബ്സർവ് ചെയ്തതായിരിക്കാം, നമ്മൾ എപ്പോഴെങ്കിലും ചെയ്തതായിരിക്കാം ആ കുട്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന്റെ ഉള്ളിലെ മാനസിക പ്രശ്നത നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു മെത്തേഡ് ആയിരിക്കാം. അപ്പൊ നമ്മൾ ആ സമയത്ത് സംയോജനം പാലിക്കും. 5 വയസ്സായ കുട്ടിയുടെ അടുത്ത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും.
10, 12, 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് നമുക്ക് ഇതത്ര പ്രാക്ടിക്കൽ ആവില്ല ചിലപ്പോൾ. ആ 15 വയസ്സായ കുട്ടിയിൽ നിന്ന് നമ്മൾ വളരെ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ആ 15 വയസ്സായ കുട്ടി 15 വയസ്സാകുന്നത് വരെ കണ്ടത്, ആ 15 വയസ്സായ കുട്ടിയുടെ ബോധമനസ്സിലുള്ളതുമാണ് ആ കുട്ടി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് നമ്മളും ഒരു പങ്കാളികളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ സ്വാഭാവികമായും നമ്മൾ ക്ഷമേണ്ടി വരികയും അതുപോലെ തന്നെ നമുക്കൊരു ഡീപ്രഷൻ പലപ്പോഴും അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല കുട്ടികളോട്. നമ്മൾ സ്കൂളിൽ പോയി തിരിച്ചു വരട്ടെ, എന്നിട്ട് രാവിലെ പറയാം, എന്ന് രാവിലെ മോൻ ചെയ്തത് അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ മോള് ചെയ്തത് എനിക്ക് ബുദ്ധിമുട്ടായി, ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചിരുന്നത്. ഓഫ്കോഴ്സ് 15 വയസ്സായ കുട്ടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യം. നമ്മളെക്കാളും ഒരുപാട് അഭിപ്രായങ്ങളും ഐഡിയാസും അവർ പല രീതിയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്റർനെറ്റിൽ നിന്നായാലും മറ്റു കുട്ടികളുടെ നിന്നായാലും ഒരുപാട് ഉണ്ട്. അപ്പോൾ ഈ അമ്മയും അച്ഛൻ്റെയും ഇൻഫർമേഷൻ മാത്രം കറക്റ്റായെന്ന് നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടാവരുത്. അപ്പൊ അവരെ കേൾക്കാനും നമ്മൾക്ക് കേൾക്കാനും നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതും പലപ്പോഴും നമ്മൾ പറയുന്നതായിരിക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാവുക. പക്ഷെ ഒരു സത്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അപ്പോൾ തിരിച്ച് കയർത്ത് ആ സമയത്ത് സംസാരിച്ചാൽ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായ ഒരു സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയ ഒരു കാര്യമാണ്. ഒരാള് റിസപ്റ്റീവ് ആവണമെങ്കിൽ അയാൾക്ക് മാനസികമായിട്ട് പീസ്ഫുൾ, അതായത് ഒരു പ്രത്യേക സ്റ്റേജിൽ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആ ഒരു രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു മനസ്സ്. അതും നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ റിസപ്റ്റീവ്നെസിന്റെ 50% അവിടെ പോവുകയാണ്. റിസപ്റ്റീവ് ആവണമെങ്കിൽ നമ്മളുടെ മനസ്സ് അതിന് പക്വമായ രീതിയിൽ കൊണ്ടുവരണം. അതിന് നമുക്ക് ആ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ബഹുമാനം ഉണ്ടായിരിക്കണം. അവർ പറയുന്നതിൽ കാര്യമുണ്ടാകണം എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതാണ് നമ്മൾ പലപ്പോഴും പാരന്റ്സും കുട്ടികളും തമ്മിൽ ഉണ്ടാവുന്നത്. അതിനുള്ള നമ്മൾ അതാണ് ബ്രേക്ക് ചെയ്യുന്നത്. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ആ സമയത്ത് ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു വികാരമാണ്, നമുക്കത് ആവശ്യമാണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ആ സമയത്ത് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ അപ്പോൾ തീരുമാനിച്ച് ആ സമയത്ത് സൈലന്റ് ആവുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അതായത് നമ്മളിപ്പോ കുട്ടികളെയാണല്ലോ ഉദ്ദേശിക്കുന്നത്, കുട്ടികൾക്ക് അപ്പോൾ തന്നെ അവര് ഡൗൺ ആവുകയും പിന്നെ നമ്മൾ വേണ്ട ഒരു സമയത്ത് നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അവർക്ക് നമ്മളെ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ കുട്ടികളുടെ അടുത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിലായാലും ഫാമിലിയിലായാലും എപ്പോഴും നമ്മൾ എവിടെയായാലും ഫോളോ ചെയ്യേണ്ട ഒരു വളരെ ഉദാത്തമായ ഒരു മെത്തേഡാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം എനിക്ക് തോന്നുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. പക്ഷെ ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നുള്ളതാണ് ശരിക്കും ഏറ്റവും അധികം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ചെയ്യാനുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് നമ്മൾ കാം ഡൗൺ ആവുക എന്നുള്ളത് ഇത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം.